സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡിന്റെ വാദം കേൾക്കലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രമുഖ വ്യവസായി എസ്.പി. ഒസ്വാളിൽ നിന്ന് 7 കോടി രൂപ തട്ടിയെന്ന് കേസ്. കേസുമായി ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പുകാരിൽ 2 പേരെ പഞ്ചാബ് പോലീസ് അസമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് 7 പേർക്കായി ഡൽഹി, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. പഞ്ചാബ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ തട്ടിപ്പുകാരുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് 5.25 കോടി രൂപയും കണ്ടെത്തി കഴിഞ്ഞു. പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ വർദ്ധമാൻ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എസ്.പി. ഒസ്വാളാണ് സൈബർ തട്ടിപ്പിനിരയായത്. ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം നടത്തുന്ന CBI ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പരങ്ങേറിയത്. ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡിന്റെ കോടതി പണം രഹസ്യ അക്കൗണ്ടിലേക്ക് കൈമാറാൻ നിർദ്ദേശിച്ചെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിനായി തട്ടിപ്പുകാർ വ്യാജ വാദം കേൾക്കൽ വരെ സൃഷ്ടിച്ചു. തട്ടിപ്പിനെ കുറിച്ച് എസ്.പി. ഒസ്വാൾ പഞ്ചാബ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഓഗസ്റ്റ് 27-ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പേര് ലഭിച്ച ഫോൺ കോളിലൂടെയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. കീപാഡിൽ 9 അമർത്തിയില്ലെങ്കിൽ മൊബൈൽ ഫോൺ സേവനം വിച്ഛേദിക്കപ്പെടുമെന്നായിരുന്നു സന്ദേശം. തുടർന്ന് ഒസ്വാൾ മൊബൈൽ കീപാഡിലെ 9 അമർത്തി. അല്പസമയത്തിന് ശേഷം CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി ഒരാൾ ബന്ധപ്പെടുന്നു. ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒസ്വാളിന്റെ പങ്ക് സംശയിക്കുന്നുവെന്നും അന്വേഷണം നടക്കുന്നുവെന്നും CBI ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തിയ വിജയ് ഖന്ന അറിയിച്ചു. മുംബൈ പോലീസിന്റെ ചില രേഖകളും വാട്സപ്പിലൂടെ ഒസ്വാളിന് അയച്ചു കൊടുത്തു. തൊട്ടു പിന്നാലെ ഒസ്വാളിനെ ഡിജിറ്റൽ കസ്റ്റഡിയിൽ എടുക്കുന്നതായി വ്യാജ CBI സംഘം അറിയിച്ചു. ഡിജിറ്റൽ കസ്റ്റഡിയിൽ എടുത്തതിന്റെ ഉത്തരവും കസ്റ്റഡിയിൽ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട 70 കാര്യങ്ങൾ വിശദീകരിക്കുന്ന രേഖയും ഒസ്വാളിന് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു. ആരോടെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പങ്കുവച്ചാൽ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഒസ്വാളിനെ തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചു. മാത്രമല്ല സ്കൈപ്പിലൂടെ ഡിജിറ്റൽ നിരീക്ഷണത്തിലായിരിക്കുമെന്നും അറിയിച്ചു. തൊട്ടടുത്ത ദിവസമായിരുന്നു വ്യാജ സുപ്രീം കോടതി വാദം കേൾക്കൽ. ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നതെന്നാണ് ഒസ്വാളിനെ തട്ടിപ്പുകാർ ധരിപ്പിച്ചിരുന്നത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച സ്കൈപ്പിലൂടെയുള്ള വാദം കേൾക്കലിൽ ഒസ്വാളും പങ്കെടുത്തു. വാദം കേൾക്കലിനിടെ ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് അവകാശപ്പെട്ട വ്യക്തിയുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞില്ലെന്ന് ഒസ്വാൾ പറഞ്ഞു. എന്നാൽ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. 2 തവണ കൊട്ടുവടി ഉപയോഗിച്ച് മേശയിൽ അടിച്ച ശേഷം ഓർഡർ എന്ന് പറയുകയും ഒസ്വാളിനോട് കേസിലെ വാദം അവതരിപ്പിക്കാനും തട്ടിപ്പ് ജഡ്ജി നിർദ്ദേശിച്ചുവെന്നാണ് പഞ്ചാബ് പോലീസിന് നൽകിയ പരാതിയിൽ വിശദീകരിച്ചിരിക്കുന്നത്. വാദം കേൾക്കലിന് ശേഷം വ്യാജ ജഡ്ജി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പും ഒസ്വാളിന് അയച്ചു കൊടുത്തു. ഒസ്വാളിന്റെ പണം രഹസ്യ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് 2 ഘട്ടങ്ങളിലായി 7 കോടി രൂപ തന്റെ അക്കൗണ്ടിൽ നിന്ന് ഒസ്വാൾ തട്ടിപ്പുകാരുടെ രഹസ്യ അക്കൗണ്ടിലേക്ക് മാറ്റി. കൂടുതൽ തുക തട്ടിപ്പുകാർ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങിയെങ്കിലും ഈ വിഷയം ഒസ്വാൾ തന്റെ സുഹൃത്ത് വികാസ് കുമാറിനോട് പറഞ്ഞതോടെയാണ് കേസ് പോലീസിന് മുന്നിലെത്തിയത്. പഞ്ചാബ് പോലീസിന്റെ പെട്ടെന്നുള്ള അന്വേഷണത്തിൽ 2 തട്ടിപ്പുകാരും ഉടൻ തന്നെ അറസ്റ്റിലാകുകയായിരുന്നു. എന്തായാലും രാജ്യത്തെ സൈബർ തട്ടിപ്പുകൾ ഒരു കടിഞ്ഞാണുമില്ലാതെ അരങ്ങ് തകർക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ വളരെ സാധാരണക്കാരെ തട്ടിച്ചു തുടങ്ങിയ ഈ സംഘം ഇപ്പോൾ വ്യവസായ ഭീമന്മാരെയും വിദ്യാസമ്പന്നരും അടക്കമുള്ളവരെയും കബളിപ്പിച്ച് കോടികൾ കൊയ്യുകയാണ്. വിശ്വസനീയമായ രീതിയിൽ തെളിവുകൾ നിരത്താൻ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.